ഈ തവണത്തെ ഇലക്ഷന് രാഘവനോട് ഞാൻ 1-10 ഭൂരിപക്ഷത്തിന് തോറ്റുപോയി. ഛേ, കുഴപ്പമൊന്നുമില്ല. ആ ചുരുക്ക് ഞാൻ പിന്നെ തീർത്തോളാം. ആ രാമേട്ടൻ്റെ വീട്. രാമോട്ടാ, രാമു ചേട്ടൻ. രാമു, കുടുംബത്തിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നതല്ലേ? നമുക്ക് പിന്നെ അതൊക്കെ നന്നായി അറിയാം. എന്നാലും ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്ക് ചോദിച്ചു എന്നേ ഉള്ളൂ. ഓ, അത് തപ്പാൻ തമ്പ്രാൻ ആരാണാവോ? എൻ്റെ മാമൻ്റെ മോനൊന്നും അല്ലല്ലോ. ഓ, അവനൊരു തമാശ കണ്ടില്ലേ കൊച്ചു കള്ളൻ. നമ്മളൊക്കെ ഒരു വാർഡ് മെമ്പറിലൊക്കെ ഓരോരോ ആളുകളല്ലേ രാമേന്ദ്ര. എനിക്ക് എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? അടി. സാറിനോട് എൻ്റെ പെൻഷൻ ശരിയാക്കി തരാൻ പറഞ്ഞിട്ട് സാറിൻ്റെ പെൻഷൻ ശരിയാക്കി തന്നാ? അത് പിന്നെ നമ്മൾ കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ഇല്ലേ രാമു? ഇപ്പം ഒരാളുടെ കാര്യം മാത്രം നമുക്കിങ്ങനെ എപ്പോഴും നടത്തിക്കൊണ്ട് പോകണമെന്ന് പറ്റിയെന്ന് വരത്തില്ലല്ലോ. നമുക്കതിൻ്റെ ഓരോ പ്രശ്നം കൊണ്ടൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ നടക്കാതെ പോകുന്നു. അല്ലത് വേറെ ഒന്നും ചിന്തിക്കരുത്. ഞാൻ അങ്ങനത്തെ ഒരു രാഷ്ട്രീയക്കാരനില്ല. ജനങ്ങളുടെ ക്ഷേമം, അതാണ് നമ്മുടെ മുഖ്യമായ മന്ത്രം. അല്ല, മുഖ്യമായ വിളി, മുദ്രാവാക്യം. മുദ്രാവാക്യവൻ്റെ പുല്ലാണ് അട്ടക്കടിയെ. അല്ല രാമു, ഞാനിവിടെ വന്നിട്ട് ഇത്ര നേരമായി, എന്നിട്ട് നമുക്കൊക്കെ ഒന്നും കഴിക്കാനൊന്നും തന്നില്ല. ഓ, യമന് കഴിക്കാൻ വേണം അല്ലേ? ഒരു സ്പെഷ്യൽ സാധനം ഇരിപ്പുണ്ട്, പറയട്ടെ? എന്താണെന്ന് വെച്ചാൽ കഴിക്കാൻ എടുത്തോളൂ, എനിക്കൊരു വിരോധമില്ല. ഒരു പറ്റിയ സാധനം എൻ്റെ കയ്യിലുണ്ട്. അണ്ടി. ഈ കപ്പലണ്ടിയെ, കപ്പലണ്ടി. ശ്രീലതേ, നീ പോയിട്ട് സാറിന് കുറച്ച് കപ്പലണ്ടി കൊടുത്തടി. ഒന്ന് വെയിറ്റ് ചെയ്യണേ. കപ്പലണ്ടി അതെടുത്തോ. എടാ രാമേന്ദ്രൻ തെണ്ടി, ഈ ഇലക്ഷൻ ഒന്ന് കഴിയട്ടെ. പഴങ്കഞ്ഞി മോറ കാട്ടിത്തരാൻ നിനക്ക് ഞാൻ.